നിങ്ങളൊരു യൂറോപ്പ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആംസ്റ്റർഡാമിലെ കനാലുകളിലൂടെ ഒരു ക്രൂയിസ് യാത്ര, അല്ലെങ്കിൽ വെനീസിലെ തിരമാലകൾക്കിടയിലൂടെയുള്ള ആഡംബര കപ്പൽ യാത്ര, ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. യൂറോപ്പിലെ പ്രധാന ടൂറിസ്റ്റ് നഗരങ്ങളെല്ലാം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതാണ് ഓവർ ടൂറിസം. അതായത് താങ്ങാൻ കഴിയുന്നതിലും അധികം ആളുകൾ ഒഴുകിയെത്തുന്നു ഇവിടെയൊക്കെ. ഇതേ തുടർന്ന് ആംസ്റ്റർഡാം ഇപ്പോൾ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. 2035ഓടെ വലിയ ക്രൂയിസ് കപ്പലുകളെ നഗരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് സഞ്ചാരികളുടെ പറുദീസയായ യൂറോപ്പ് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? ആംസ്റ്റർഡാം മാത്രമല്ല, ബാഴ്സലോണയും വെനീസും ഒക്കെ എന്തിനാണ് ക്രൂയിസ് കപ്പലുകളെ പേടിക്കുന്നത്? കേവലം തിരക്ക് കുറയ്ക്കാൻ മാത്രമല്ല, ആ നഗരത്തിന്റെ ആത്മാവ് സംരക്ഷിക്കാനാണ് ഈ നീക്കം. നമുക്ക് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് ആംസ്റ്റർഡാമിലെ കാര്യം നോക്കാം. ലോക പ്രശസ്തമായ കനാലുകളുടെ നഗരമാണല്ലോ ഇത്. അവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനം നിലവിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ക്രൂയിസ് ടെർമിനൽ മാറ്റുക എന്നതാണ്. ഒരു പഠനം അനുസരിച്ച് ഈ ടെർമിനൽ നഗരത്തിന് പുറത്തേക്ക് മാറ്റാൻ ഏകദേശം 85 മില്യൺ യൂറോ ചിലവ് വരും. ഇത്രയും വലിയൊരു തുക ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചിലവാക്കാൻ നഗരസഭ തയ്യാറല്ല. പകരം പരിസ്ഥിതിക്കും നഗരവാസികളുടെ സമാധാനത്തിനും മുൻഗണന നൽകാനാണ് അവരുടെ തീരുമാനം. നിലവിൽ പ്രതിവർഷം 190 ക്രൂയിസ് കപ്പലുകളാണ് ഇവിടെ വരുന്നത്. ഇത് 2026ഓടെ 100ആയി കുറയ്ക്കും. 2035 ആകുമ്പോഴേക്കും വമ്പൻ കപ്പലുകൾ വന്ന് നഗരത്തെ മലിനമാക്കുന്നത് പൂർണ്ണമായും നിരോധിക്കും. പക്ഷേ ചെറിയ റിവർ ക്രൂയിസുകൾക്കും ബോട്ടുകൾക്കും അവിടെ തുടരാം. അതായത് വമ്പൻ കപ്പലുകൾ വന്ന് നഗരത്തെ മലിനമാക്കുന്നത് ഇനി അനുവദിക്കില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ആംസ്റ്റർഡാം ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൂൾ മാത്രമല്ല. ആംസ്റ്റർഡാമിന്റെ പൈതൃകവും പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ്. ആംസ്റ്റർഡാമിലെ പുരാതനമായ കനാലുകൾ, അവിടുത്തെ പാലങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ഈ ഇടുങ്ങിയ കനാലുകളിലേക്ക് എത്തുമ്പോൾ ഈ പൈതൃക വസ്തുക്കൾക്ക് വലിയ രീതിയിലുള്ള വെയർ ആൻഡ് ടയർ, നാശം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ട്രഷറുകൾ സാവധാനം നശിച്ചു പോകുന്നു എന്ന അർത്ഥം. ക്രൂയിസ് കപ്പലുകൾ കുറയ്ക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഒരു വലിയ കപ്പൽ വന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് ട്രാഫിക് ബ്ലോക്കിനും പ്രാദേശിക ജീവിതം തടസ്സപ്പെടാനും കാരണമാകുന്നു.